നമസ്കാരം. ഹാപ്പി ഹോർമോൺസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. എന്താണ് ഡോപ്പമിൻ? നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെ ന്യൂറോ ഹോർമോണാണ്. നമുക്ക് സന്തോഷവും സംതൃപ്തിയും മോട്ടിവേഷനും തുടങ്ങിയ ഫീലിങ്സ് ഒക്കെ തരുന്ന ബ്രെയിനിൻ്റെ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഹോർമോണാണിത്. ഇനി നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരിയായ മൂവ്മെൻറ്റ്സിന്, ഓർമ്മശക്തി, മോട്ടിവേഷൻ, അതുപോലെ സന്തോഷം തരുന്ന മറ്റു കാര്യങ്ങൾ, സ്വഭാവം, ശ്രദ്ധ, ഉറക്കം, സെക്ഷുവൽ അറൂസൽ, മൂഡ്സ്, പഠനം, ഇവയിലൊക്കെ ഡോപ്പമിൻ്റെ സ്വാധീനമുണ്ട്. കൂടാതെ ഇത് ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു, അതൊരു ചെറിയ അളവിൽ. പിന്നെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു, പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഗ്ലൂക്കഗോൺ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നു, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ ലൈനിങ്ങിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് സ്ട്രെസ് കൂടുമ്പോൾ ഡോപ്പമിൻ്റെ സെക്രീഷൻ കുറഞ്ഞിട്ട് ഒബിസിറ്റിയും ഡയബറ്റീസും വയറ്റിൽ അസിഡിറ്റിയും അൾസറും ഒക്കെ കൂടുന്നത്. എങ്ങനെയാണ് ഡോപ്പമിൻ ഒരാളെ ഹാപ്പി ആക്കുന്നത്? നിങ്ങൾക്ക് നല്ല സന്തോഷവും പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ധാരാളം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാൻ തോന്നും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽ ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഹാപ്പി ആയിരിക്കും, മോട്ടിവേറ്റഡും അലേർട്ടും ആയിരിക്കും, കൂടാതെ ഫോക്കസ്ഡ് ആയിരിക്കും. ഇനി ഡോപ്പമിൻ്റെ ലെവൽ കുറവാണെങ്കിലോ എപ്പോഴും ക്ഷീണമായിരിക്കും, ഒന്നിനും ഒരു ഉത്സാഹമോ സന്തോഷമോ ഒന്നും കാണില്ല. പിന്നെ മൂഡ് സ്വിങ്സ്, മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാവും. ഉറക്കക്കുറവും ഒന്നിലും ഒരു ശ്രദ്ധ കൊടുക്കാനും സാധിക്കില്ല. കൂടാതെ സെക്സ് ഡ്രൈവും കുറവായിരിക്കും. എന്നാൽ ഡോപ്പമിൻ ലെവൽ കൂടിപ്പോയെങ്കിലോ അതും പ്രശ്നമാണ്. ഭയങ്കര സന്തോഷവും കോൺഫിഡൻസും എനർജിയും ഒക്കെ ആയിരിക്കും, സെക്സ് ഡ്രൈവും കൂടുതലായിരിക്കും, അഗ്രസീവ്നെസ്സും കൂടും, സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടാവും. ഇനി ഡോപ്പമിൻ ലെവൽ കുറയുമ്പോൾ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, കുട്ടികളിൽ കണ്ടുവരുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറിൽ ഒന്നാണിത്. ഇനി രണ്ടാമത് വരുന്നത് പാർക്കിൻസൺസ് ഡിസീസാണ്. പ്രായമായവരിൽ ബ്രെയിൻ സെൽസ് ഒക്കെ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കാണപ്പെടുന്ന രോഗമാണ്. ഇനി മൂന്നാമതായിട്ട് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും. അതായത് റെസ്റ്റിലിരിക്കുമ്പോഴും കാലെപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്ന അവസ്ഥയാണ്. കൂടാതെ ചൊറിച്ചിലും മറ്റു പല അസ്വസ്ഥതകളും ഒക്കെ കാണും. ഈ ഡോപ്പമിൻ കൂടിയാൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് മൂഡ് ചേഞ്ചസ് ആയിരിക്കും, ഒബീസിറ്റി ആയിരിക്കും, അഡിക്ഷൻ ഒക്കെയാണ്. എന്നാൽ സൈസോഫ്രീനിയ അല്ലെങ്കിൽ വിഷാദരോഗം പോലെയുള്ള കണ്ടീഷനുകളിൽ ഡോപ്പമിൻ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് കൂടി മറുഭാഗത്ത് കുറഞ്ഞുമായിരിക്കും കാണപ്പെടുക. ഇനി എങ്ങനെയാണ് ഈ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് ആയിട്ട് നിർത്താമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് തൈറോസിൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക. അതെന്തൊക്കെയാണ്? അവക്കാഡോ, ആൽമണ്ട്സ്, ബനാന, മുട്ട, ചിക്കൻ, മീൻ, ബീൻസ്, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. രണ്ടാമതായിട്ട് പ്രോട്ടീൻ കൂടിയതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് കൃത്യമായി വ്യായാമം ചെയ്യുക. നാലാമതായിട്ട് നന്നായി ഉറങ്ങുക. അഞ്ചാമതായിട്ട് ശാന്തമായിട്ട് മ്യൂസിക്കൊക്കെ കേൾക്കാം. ആറാമതായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരുമായോ കുടുംബവുമായോ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുക. ഏഴാമതായിട്ട് യോഗ, മെഡിറ്റേഷൻ അത് ശീലമാക്കുക. എട്ടാമതായിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് അഭ്യംഗസ്വേദനം, ശിരോധാര തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ചെയ്യുന്നതും ഇതിന് നന്നായിട്ട് ഗുണം ചെയ്യും.